ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ വമ്പൻ തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ കബളിപ്പിച്ചു എന്നാണ് പരാതി. ക്രമക്കേട് കണ്ടെത്തിയ മുൻ MD ഉൾപ്പെടെയുള്ളവരെ പരാതിപ്പെടുത്തുന്നുവെന്നും ഭീഷണിയുണ്ട്. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. കോഴിക്കോട് റീജിയണൽ ഓഫീസറായി ചാർജ് എടുത്ത സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ചില സീരിയസ് അനോമലീസ് റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ട് പ്രഥമ ദൃഷ്ട്യാ കറക്റ്റ് ആണെന്ന് കണ്ടതുകൊണ്ട് ഗവൺമെന്റിലേക്ക് ഞാൻ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്തോ എൻക്വയറി നടക്കുന്നതായിട്ട് അറിയുന്നു, BPT വഴിയോ മറ്റോ. എറണാകുളം ഓഫീസിൽ പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. തിരുവനന്തപുരം ഓഫീസിൽ ഫേക്ക് ബില്ല് സബ്മിറ്റ് ചെയ്ത് പണം എടുത്തതായിട്ടുള്ള 1-2 റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടുന്ന് കാറ്റ്കോയിൽ നിന്ന് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തിരുവനന്തപുരത്ത് റീജിയണൽ ഓഫീസർ ഇല്ലാതെ പ്രൊജക്ട് മാനേജർ നേരിട്ട് ഡീൽ ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പ്രൊജക്ട് മാനേജറെ കുറിച്ചും ഒരുപാട് ആരോപണങ്ങൾ അന്ന് വന്നിട്ടുള്ളതായിരുന്നു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ച് നേരത്തെ ന്യൂസ് മലയാളം വാർത്ത നൽകിയിരുന്നു. എന്നാൽ ചുരുളഴിയാത്ത അഴിമതികൾ കഥകളാണ് കാറ്റ്കോയിൽ നിന്നും വീണ്ടും പുറത്തുവരുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വരെ കാറ്റ്കോ ഇരയാക്കി. വേണ്ടത്ര യോഗ്യതയില്ലെങ്കിലും മാനേജ്മെന്റിലെ ഉന്നതരുടെ സ്വാധീനത്താൽ വലിയ വർക്ക് ഓർഡറുകൾ കരസ്ഥമാക്കിയ എംപാനൽഡ് കമ്പനികൾ വ്യാജ ബില്ലുകൾ സമർപ്പിച്ചാണ് സർക്കാരിനെ കബളിപ്പിച്ചത്. ഇതു സംബന്ധിച്ച് തിരുവനന്തപുരം മുൻ റീജിയണൽ ഓഫീസർ നൽകിയ പരാതിയിൽ മുൻ MD അജിത് കുമാർ നടപടിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഉന്നത സ്വാധീനത്താൽ എല്ലാം പാതി വഴിയിലാണ്. തിരുവനന്തപുരം നഗരസഭ, വിതുര പഞ്ചായത്ത്, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, KSRTC എന്നിവയിൽ നിന്നും കാറ്റ്കോയ്ക്ക് പരാതി ലഭിച്ചു. ഓർഡർ പ്രകാരം സേവനം നൽകാതെ വ്യാജ ബില്ലുകൾ നൽകിയതായി കണ്ടെത്തി. ഇതിൽ അന്വേഷണം നടത്തിയ റീജിയണൽ ഓഫീസർ RK ഇൻഡസ്ട്രീസ്, ഇമ്മാനുവൽ, ഹൈടെക് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ വ്യാപകമായി പരാതി ലഭിച്ചതായി MDക്ക് റിപ്പോർട്ട് നൽകി. ഇതിന്റെ പേരിൽ ചില കമ്പനികൾ തന്നെ ഭീഷണിപ്പെടുത്തിയതായും റീജിയണൽ മാനേജർ പോലീസിലും പരാതി നൽകി. എന്നാൽ പരാതി നൽകിയവർക്കെതിരെയും ഇതിനെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയവർക്കുമെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചുകൊണ്ട് കാറ്റ്കോ മാനേജ്മെന്റ് പകരം വീട്ടുകയാണുണ്ടായത്. റീജിയണൽ മാനേജറെ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റി. നടപടിക്ക് നിർദ്ദേശം നൽകിയ മുൻ MDക്ക് സ്റ്റാറ്റ്യൂട്ടറി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. ആശാരിപ്പണിയും അനുബന്ധ ജോലികളും പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ രൂപീകരിച്ച കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വ്യക്തി താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് ആക്ഷേപം. പക്ഷപാതപരമായാണ് വർക്കുകൾ കൈമാറുന്നതെന്ന എംപാനൽ ആർട്ടിസന്മാരുടെ പരാതി ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ് സ്വയം രൂപീകൃത ഭരണവുമായി കാറ്റ്കോ മുന്നോട്ടു പോകുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.